ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അത് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വന്തമായിട്ട് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. എക്കണോമിക് അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെ പ്രധാനമായിട്ടും 3 തരം അനാലിസിസ് ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. ഇതിൽ എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ സമ്പദ് വ്യവസ്ഥയിലെ പുതിയ ബിസിനസ് ട്രെൻഡുകൾ, ഇവ മനസ്സിലാക്കാനായിട്ട് ഈ എക്കണോമിക് അനാലിസിസ് നമ്മളെ സഹായിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഷെയറിന്റെ ഫണ്ടമെന്റൽസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മളെ സഹായിക്കും. ഇനി ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരു ഷെയറിന്റെ അതിന്റെ ഷോർട്ട് ടൈം ട്രെൻഡ് അതെങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഈ പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സഹായിക്കും. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് വേണ്ടത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഇമോഷണൽ ബാലൻസ് ആണ്. ഇത് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നഷ്ടം കുറയ്ക്കാനും നമുക്ക് ഉണ്ടാവേണ്ട ഒരുതരം മൈൻഡ് സെറ്റ് ആണിത്. ഇത് ഒരു പരിധി വരെ ചിലപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഷെയറിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ച് ചെലവേറിയ കാര്യമാണ്. പുസ്തകങ്ങൾ വാങ്ങിക്കണം, ബുക്സ് മേടിക്കണം, പിന്നെ റെഫറൻസ് കൂടുതൽ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ മേടിക്കണം, ടെക്നിക്കൽ അതിന്റെ റിസർച്ച്, മറ്റു തരം ഇൻഡസ്ട്രികളുടെ റിപ്പോർട്ടുകൾ, ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അതുകൂടാതെ എല്ലാ ഷെയറുകളും സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാൻ ഒരാൾക്ക് ഒരുപാട് പരിമിതികൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഇവയെല്ലാം നമുക്ക് ചെയ്യാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇനി ഒരു സ്കീമിലാണെങ്കിലോ വലിയൊരു പ്രൊഫഷണൽ ആയിട്ടൊരു ടീം ഉണ്ടാവും ഇതിന് അത് മാനേജ് ചെയ്യാനായിട്ട്. ഫണ്ട് മാനേജർ, അതുപോലെ റിസർച്ച് അനലിസ്റ്റ്, അങ്ങനെ ഒരു വലിയ ടീമായിരിക്കും നമ്മുടെ ആ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്കീം മാനേജ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ സ്റ്റോക്ക് കണ്ടുപിടിക്കാനും റിസർച്ച് ചെയ്യാനും പെട്ടെന്ന് സാധിക്കും. സ്വന്തമായിട്ട് മടിയുള്ളവർക്ക് ഒരു പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്നവരെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് വിന്നർ ആകണം. ബിക്കോസ് വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.